ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഫാബ്ട്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഏത് കോണളവും നമ്മുടെ കട്ടിംഗ് മെഷീനിൽ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ കട്ട് ചെയ്യാവുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചാണ്. വളരെ ചെറിയൊരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതിനാവശ്യമായൊരു രണ്ട് ടൂൾ എന്ന് പറയുന്നത്, ഒന്ന് കോമ്പിനേഷൻ സ്ക്വയർ ആണ്, രണ്ടാമത്തത് പ്രൊട്രാക്ടർ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എവിടെയാണോ ഫ്രെയിം കൂട്ടേണ്ടത് അവിടെ കോമ്പിനേഷൻ സ്ക്വയർ വെച്ചിട്ട് കോണ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കോമ്പിനേഷൻ സ്ക്വയറിൽ കോണ് സെറ്റാക്കിയതിന് ശേഷം അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഈ കോണ് നമുക്കൊന്ന് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ബോർഡിലോ എന്തിലെങ്കിലും വരക്കാം. അപ്പോൾ വരക്കുമ്പോൾ ഈ ഒരു കോമ്പിനേഷൻ സ്ക്വയറിൽ കറക്റ്റ് കോണ് കിട്ടൂല. അപ്പോൾ ജസ്റ്റ് രണ്ട് വര വരച്ചിട്ട് അതിന് ശേഷം അത് ജോയിൻ്റ് ആക്കിയാൽ മതി. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വരക്കുമ്പോൾ വളരെ നേരിയ വര വരച്ചാൽ മതി, എങ്കിൽ മാത്രമേ പ്രൊട്രാക്ടറിൽ കറക്റ്റ് അളവ് കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് മാർക്കർ ഉപയോഗിച്ചതേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് ലൈനും കൂടി കൂട്ടി മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കോൺ അളവ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ പ്രൊട്രാക്ടറൊക്കെ ഉപയോഗിക്കാൻ എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലിപ്പോൾ കോൺ അളവ് 50 കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കോണിൻ്റെ അളവ് 50 ഡിഗ്രി ആയിരിക്കുമല്ലോ. പക്ഷെ നമുക്ക് ആ 50 ഡിഗ്രി അല്ല വേണ്ടത്. ആ 50 ഡിഗ്രിയുടെ താഴെ, അതായത് പ്രൊട്രാക്ടറിൽ 50 ഡിഗ്രീൻ്റെ താഴെ 130 എന്നൊരു എഴുത്തുകൂടെ ഉണ്ട്, വീഡിയോയിൽ കാണാം. അപ്പോൾ ആ 130 നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ 50 ആയതുകൊണ്ടാണ് 130, 60 ആണെങ്കിൽ 120, 70 ആണെങ്കിൽ 110. അതിങ്ങനെ ആ ഒരു റേഷ്യോയിൽ പോവും. ഈ പ്രൊട്രാക്ടറിൽ അത് വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്കിനി വേണ്ടുന്നത് ഈ 130നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 130നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 65. ഇത് നോർമലായിട്ട് പ്രൊട്രാക്ടറിലാവുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് 50 ഡിഗ്രിക്ക് താഴെ 130 എഴുതിയതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. ഇനി നമ്മൾ പ്രൊട്രാക്ടർ അല്ല ഉപയോഗിക്കുന്നത്, ഡിജിറ്റൽ മീറ്ററാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 50 ഡിഗ്രി ആകുമ്പോൾ 130 നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 180 എന്ന് നമുക്ക് കിട്ടിയ കോണളവ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ആ ഒരു ഇത് കിട്ടും. 130, ഇപ്പോൾ 50, 180 എന്ന് 50 മൈനസ് ചെയ്യുമ്പോൾ 130 കിട്ടി. അപ്പോൾ അതേപോലെ നമുക്ക് കിട്ടും. ഇനി 50 ഡിഗ്രി അല്ല 60 ഡിഗ്രി ആണെങ്കിൽ 60 ഡിഗ്രീനെ 180 കൊണ്ട് മൈനസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും 120. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ആൻസറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് 65. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഒരു വുഡ് പീസ് എടുക്കുക. ആ വുഡ് പീസ് മെഷീനുമായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് 45 ഡിഗ്രിയിൽ മെഷീൻ സെറ്റാക്കിയതിന് ശേഷം, 45 ഡിഗ്രി കറക്റ്റ് മെഷീനിൽ സെറ്റാക്കിയതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ വുഡ് അവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് അത് നീങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കിത് കട്ട് ചെയ്തതിന് ശേഷം മെഷീൻ 0ലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ടൈറ്റ് ചെയ്ത് ലൂസാക്കിയിട്ട് നമുക്ക് മെഷീൻ തിരിച്ചിട്ട് 0ലോട്ടാക്കാം. അപ്പോൾ ഇപ്പം നമ്മളൊരു സെക്ഷൻ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ, ഈ 0ൽ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ 45 ഡിഗ്രിയാണ് കട്ടിങ് വരിക. പിന്നെ നമുക്ക് അടുത്ത ഈ ഒരു കണക്ക് വീഡിയോയിൽ നോക്കിയിട്ട് ഈ ഒരു മെഷർമെൻറ്റ് നോക്കാം. അപ്പോൾ അതിൽ 0 എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ 45 അതേപോലെ അതിൽ 5 എന്ന് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ താഴെ 50 എന്നുണ്ട്. അപ്പോൾ മെഷീനിൽ 5 എന്നുള്ളത് 50 ഡിഗ്രീനെ സൂചിപ്പിക്കുന്നു, 10 എന്നുള്ളത് 55നെ സൂചിപ്പിക്കുന്നു, 15 എന്നുള്ളത് 60നെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് വേണ്ടത് 65. അപ്പോൾ 65 എന്ന് പറയുമ്പോൾ 20 എടുക്കാം. 20 മെഷീനിൽ 20 ഡിഗ്രീൻ്റെ ആ ഒരു സെറ്റിങ്ങിൽ ടൈറ്റാക്കി വെക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടുന്നത് അളവ്. അപ്പോൾ ഓൾറെഡി 45 വുഡിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ 20 കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 45 20 കൂടി ആയിക്കഴിഞ്ഞാൽ 65. അതാണ് ഇതിൻ്റെ റേഷ്യോ. അപ്പോൾ നമുക്ക് സെക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങൊന്നുമില്ല, ടൈറ്റാക്കിയിട്ട് അങ്ങോട്ടേക്ക് ഫ്രണ്ടിലോട്ട് തള്ളിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേ അളവിൽ തന്നെ 2 പീസും കട്ട് ചെയ്തെടുക്കുക. വളരെ സിമ്പിളാണ്. നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം.
ഇതേപോലെ ഏത് കോണളവ് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് മെഷീനിൽ സെറ്റ് ചെയ്തിട്ട് തന്നെ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അതേപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഈ കോണിൽ J സ്ക്വയർ സെറ്റ് ചെയ്യുന്നതാണ്.